ഭർത്താവ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ രേണുകയ്ക്ക് തിരക്കോട് തിരക്കാണ്. രാവിലെ ബെഡ് കോഫി കൊണ്ട് കൊടുക്കുന്നത് തൊട്ട് തുടങ്ങും തിരക്ക്. ബെഡ് കോഫി കൊണ്ടു കൊടുക്കുന്നത് ഭർത്താവിൻ്റെ അനിയൻ വിഷ്ണുവിനാണ്. വിഷ്ണു നാട്ടിൽ തന്നെ PGക്ക് പഠിക്കുവാണ്. വീട്ടിലാണെങ്കിൽ രേണുകയും വിഷ്ണുവും പിന്നെ ഒരു മുത്തശ്ശിയുമാണുള്ളത്. അച്ഛനും അമ്മയുമൊക്കെ നേരത്തെ പോയി. ബെഡ് കോഫിയുമായി ചെന്നാൽ പിന്നെ കള്ളൻ്റെ കുസൃതിയായി എന്ന് വച്ചാൽ കൈ അടങ്ങിയിരിക്കില്ല. കള്ളനെ മാത്രമായി കുറ്റം പറയാനും കഴിയില്ല. കാരണം രേണുക അടുത്തുണ്ടായാൽ കൈ കുരുത്തക്കേട് കാട്ടുക സ്വാഭാവികം. ഉള്ളത് പറയാലോ, ഭർത്താവിനെ പോലെയല്ല, അനിയന് കുറച്ചുകൂടി എല്ലാം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജോലി ലഘൂകരിക്കാൻ എന്നോണം രേണുക ചേർന്നങ്ങ് ഇരുന്നു കൊടുക്കും. പിന്നെ ഒട്ടും പറയാനുമില്ല. ഷേവ് ചെയ്യാൻ ഇളം ചൂടുവെള്ളം എടുക്കാനായി കിച്ചണിലേക്ക് പോകുന്ന രേണുകയുടെ പിൻസൗന്ദര്യം മാത്രം മതി വിഷ്ണുവിന് ഉണരാൻ. എല്ലാവരുടെയും സമനില തെറ്റിക്കുന്ന ഒരു ഒന്നൊന്നര പിന്നായകാണ്. അല്ലെങ്കിലും മുന്നായകന് തുല്യം ചാർത്തുന്ന വിധം പിന്നായക ഉണ്ടാവുക സൗഭാഗ്യം തന്നെയാണ്. ഷേവ് ചെയ്യുമ്പോഴും രേണുക അടുത്തുണ്ടാവണം എന്നത് വിഷ്ണുവിൻ്റെ കൊതിയാണ്. രേണുകയുടെ സാമീപ്യത്തിന് ഫലവും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മുഖക്ഷൗരത്തോടൊപ്പം ഒരു അജണ്ട പോലെ കക്ഷവും മിനുക്കിക്കൊണ്ടിരുന്നത് നിർത്തിച്ചത് രേണുക ഇടപെട്ടാണ്. എന്തിനാ ഞങ്ങൾ പെണ്ണുങ്ങളെപ്പോലെ ഇതൊക്കെ അങ്ങ് കളയുന്നത്? രേണുക അങ്ങനെയാണ് ചോദിച്ചത്. എന്തായാലും അന്ന് രേണുക കൊഞ്ചി പറഞ്ഞത് ഏറ്റു. അങ്ങനെ ഒരു നാൾ മുഖം ഷേവ് ചെയ്തുകൊണ്ടിരിക്കെ രേണുകയുടെ കണങ്കാലിൽ ഒരു കുസൃതി കാണിച്ചു കള്ളൻ. റേസർ വെച്ചൊരു പിടി. 2 ഇഞ്ചോളം നീളത്തിൽ കാലിലെ സ്വർണ്ണ നിറമാർന്ന അതൊക്കെ ഇല്ലാണ്ടായി. രേണുകയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ വിഷ്ണുവിന് വിഷമമായി. ചേർത്ത് പിടിച്ച് അത് കവർന്നെടുത്ത് രുചിച്ചപ്പോൾ ആ വിഷമം പമ്പ കടന്നു. എന്തായാലും മാസത്തിലൊരിക്കൽ എല്ലാം വാക്സ് ചെയ്യാൻ രേണുകയ്ക്ക് അതൊരു കാരണമായി. എന്തിനും ഏതിനും വിഷ്ണുവിന് രേണുക അടുത്ത് വേണം. ചേട്ടത്തിയമ്മയാണെന്ന് ഒരു വിചാരവുമില്ല. സോക്സ് എന്തിയ മോളോ, എൻ്റെ അത് കണ്ടോ മോളോ, കൂടെ വേണം രേണുക. മോളോ എന്ന വിളി മാത്രം മതി രേണുകയ്ക്ക്. ആ വിളിയിൽ രേണുക മതി മറന്നു പോകും. മോളെ ഇറങ്ങുന്നു. കോളേജിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭർത്താവെന്ന പോലെ വിഷ്ണു പതിവായി പറയും. എന്ത് തിരക്കായാലും തൂത്ത് തുടച്ച് രേണുക കാത്തിരിക്കും പതിവ് കോട്ടയ്ക്ക്. ചേർത്ത് നിർത്തി ഒരു ചൂടുള്ള ഉമ്മ. കൂട്ടത്തിൽ കള്ളൻ അതെടുത്ത് അമർത്താതെയും വിടില്ല. അങ്ങനെ അറിയാതെ ഒരു ദിവസം രേണുകയുടെ കൈ വിഷ്ണുവിൻ്റെ ഇഞ്ചെയ്ത അവിടെ തട്ടി. നാവിൻ തുമ്പ് കടിച്ച് രേണുക മുഖം കുനിച്ചു നിന്നു. മുഖം പിടിച്ചുയർത്തിയ വിഷ്ണു രേണുകയെ ദയനീയമായി നോക്കി. ഇന്ന് ക്ലാസ്സിൽ പോകാതിരിക്കാൻ പറ്റില്ല, പ്രധാനപ്പെട്ട എക്സാം നടക്കുവാനുണ്ടോ. പോയി വന്നിട്ട് ബാക്കി. അതും പറഞ്ഞ് കള്ളൻ്റെ ഒരു കള്ളച്ചിരിയും. കെട്ടിയോനെ കണ്ട ദൈവമായി കാണണമെന്നാണ് മുത്തശ്ശി ഉപദേശിച്ചത്. പക്ഷേ രേണുകയ്ക്ക് ഇവിടെ വിഷ്ണുവാണ് ദൈവവും എല്ലാം. അല്ലെങ്കിൽ 2 ദൈവങ്ങളാണെന്ന് പറയാം. എന്തായാലും രേണുക ഒളിച്ചും പാത്തും ആരും അറിയാതെയും ഭർത്താവിനെയും അനിയനെയും ഒരുപോലെ സന്തോഷിപ്പിച്ചു പോകുന്നു. രേണുകയുടെ കല്യാണം ഉറപ്പിച്ചത് മുതൽ മുത്തശ്ശി അരികിലിരുത്തി ഓതാൻ തുടങ്ങിയ കാര്യം ഓർക്കുമ്പോൾ തന്നെ നാണം വരും. എന്തിനേറെ പറയുന്നു, പരിപാടി നടത്തുന്ന കാര്യം പോലും തൊട്ടും തൊടാതെയും മുത്തശ്ശി പറയാതെ പറഞ്ഞു വെച്ചു എന്നതാണ് സത്യം. മുത്തശ്ശിയുടെ ആദ്യ രാത്രിയിലെ കഥ പറഞ്ഞു. മാരൻ്റെ വരവും പ്രതീക്ഷിച്ച് നാണത്തിൽ കുളിച്ച് തലയും കുനിച്ചിരിക്കുവായിരുന്നു ഞാൻ.
ശബ്ദമുണ്ടാക്കാതെ കള്ളനെ പോലെ പിന്നിലൂടെ വന്ന് എൻ്റെ മുതുകിൽ സ്പർശിച്ചു. ഞാൻ പിടഞ്ഞുപോയി. ലജ്ജയോടെ മിഴികൾ ഉയർത്തി ഞാൻ നോക്കി. എൻ്റെ നേർക്ക് കണ്ണുറുക്കി കാണിച്ചപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. മെല്ലെ എൻ്റെ സാരിത്തലപ്പ് മാറ്റി. ഞാനപ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കിതപ്പിനനുസരിച്ച് എൻ്റെ സൗന്ദര്യം ഉയർന്നു താണു. കടുത്ത ലജ്ജയാൽ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. മെല്ലെ ഞാൻ ആ നെഞ്ചിൽ ചാരി. പെട്ടെന്ന് എൻ്റെ എല്ലാം ഓരോന്നായി അയ്യവേ. അത്രയും പറഞ്ഞ് മുത്തശ്ശി നാണത്തോടെ ചിരിച്ചു. പിന്നെ പറഞ്ഞു, പോ പെണ്ണെ കൊതിച്ച് മതി കേട്ടത്. രസച്ചരട് പൊട്ടിച്ച് മുത്തശ്ശി ആ സ്ഥാനത്ത് അത് പറഞ്ഞ് നിർത്തിക്കളഞ്ഞു. 70 മുത്തശ്ശിക്ക് പോലും ഇത്രയും ആഗ്രഹവും വറ്റി വരളാതെ നിൽക്കുന്നത് എന്നെ അതിശയിപ്പിച്ചു. അന്ന് അത് കാര്യമായി ചുരത്തുവോളം കൈക്ക് പണി കൊടുത്തത് രേണുക ഓർത്തു. രേണുകയുടെ ഭർത്താവ് വരുൺ ഒരു IT വിദഗ്ധനാണ്. ഡൽഹിയിൽ 1000ഓളം പേർ ജോലിയെടുക്കുന്ന ഒരു വലിയ കമ്പനിയുടെ രണ്ടാമൻ. 28-ാം വയസ്സിൽ തന്നെ വിലോപനീയമായ സ്ഥാനത്തെത്തിയത് അർപ്പണബോധത്തേക്കാൾ കഴിവ് കൊണ്ട് തന്നെയായിരുന്നു. ആരും കൊതിക്കുന്ന ഉയർച്ചയിൽ വരുൺ എത്തിപ്പെട്ടതിൽ സഹപ്രവർത്തകർക്കുള്ള അസൂയ കുറച്ചൊന്നുമല്ല. വരുണിൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വീട്ടിൽ താമസിക്കുമ്പോൾ സഹായത്തിന് ആളെ വിടാമെന്ന അച്ഛൻ്റെ ഓഫർ രേണുക സ്നേഹത്തോടെ തള്ളുകയായിരുന്നു. അതിനു മാത്രം ഇവിടെ എന്ത് ജോലിയാ? രേണുകയുടെ സ്വാർത്ഥതയാണ് നിരസിക്കാൻ കാരണം എന്നറിയാൻ അച്ഛൻ ഈ കടമ്പ കടന്നു വന്നതല്ലേ. താനും വരുണും അടങ്ങുന്ന ലോകത്ത് പ്രൈവസി തകർക്കാൻ മറ്റാരും തൽക്കാലം വേണ്ട എന്നതായിരുന്നു രേണുകയുടെ പക്ഷം. കൂടാതെ വിഷ്ണു തനിക്ക് അനിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ അവൻ ആള് പഠിപ്പിസ്റ്റും മാന്യനുമായതുകൊണ്ട് വിഷ്ണുവിൻ്റെ മേൽ ആർക്കും സംശയവും തോന്നത്തുമില്ല. പിന്നീടാണ് വരുണിന് ഡൽഹിയിൽ നിന്നും വിദേശത്ത് ജോലി കിട്ടിയത്. അങ്ങനെയാണ് വിദേശത്തേക്ക് പോയത്. എങ്കിലും ഭർത്താവ് നാട്ടിൽ വരുമ്പോൾ ഭർത്താവിനെ സ്നേഹിച്ചും പരിപാലിച്ചും പിന്നീട് തിരികെ പോയി കഴിഞ്ഞാൽ അനിയനെ സ്നേഹിച്ചും പരിചരിച്ചും രേണുക സ്നേഹനിധിയായ ഒരു വീട്ടമ്മയായി. വിഷ്ണു കോളേജിലേക്ക് പോയപ്പോൾ രേണുക മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി മുറിയിൽ ഉറക്കമാണ്. അവൾ മുൻപിലെയും പിന്നിലെയും കതകൊക്കെ അടച്ച് മൂളിപ്പാട്ടം പാടി കുളിമുറിയിൽ കയറി. പണ്ടേയുള്ള ശീലമാണ്. ഒന്നുമില്ലാതെയാണ് കുളിക്കാറ്. എല്ലാം അയച്ച് ഒതുക്കി വെച്ചു. പിന്നെ എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കാൻ തുടങ്ങി. കളച്ചിരിയോടെയുള്ള മുത്തശ്ശി പറഞ്ഞത് അവൾ ഓർത്തു. അവിടെ പൊടിയും അഴുക്കൊന്നും ഉണ്ടാവരുത്. എപ്പോഴാണ് അത് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടം എപ്പോഴും വൃത്തിയാക്കി വെക്കണമെന്ന്. നൂൽക്കമ്പി കണക്കുള്ള ജലസൂചികൾ ദേഹത്ത് കൊണ്ടപ്പോൾ അങ്ങിങ്ങായ നേർത്ത സുഖകരമായ ഒരു നീറ്റ് അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രിയിൽ വിഷ്ണു മേഞ്ഞതിൻ്റെ ബാക്കി പത്രം. ചിരട്ട കമഴ്ത്തിയ പോലുള്ള അവിടങ്ങളിൽ അങ്ങിങ്ങ് നഖപ്പാടുകൾ. അതെങ്ങനെയാ? എപ്പോഴും പരാക്രമമാണല്ലോ. ഇതൊക്കെ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്നത് പോലെയാ ഓരോ ദിവസവും. തണുത്ത ജലക്കണങ്ങൾ വീണപ്പോൾ പിങ്ക് നിറത്തിലുള്ള അവിടം പേരിനെന്ന പോലെ അങ്ങനെ ഉണർന്നു. കള്ളൻ കാണണ്ട, പിന്നെ അത് മതി. രേണുക അതും പറഞ്ഞ് ചിരിച്ചു. കള്ളൻ്റെ കയ്യെന്ന് കരുതി അവിടെയും ഇവിടെയും കൂട്ടിത്തടവി കക്ഷം വരെ. ഒരു തരി സുഖം രേണുകയെ പൊതിഞ്ഞു. അവിടം ഷേവ് ചെയ്യാറില്ല. വല്ല ചടങ്ങാവുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയെന്നാ വിഷ്ണു പറഞ്ഞേക്കുന്നേ. താഴെ അങ്ങനെയല്ല. എള്ളറുത്ത കുറ്റി പോലെ. കള്ളൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഇന്നൊരു സർപ്രൈസ് കൊടുത്തേക്കാം. വെണ്ണപ്പാടം.
പിന്നെ നന്നായി സോപ്പിട്ട് മുക്കോൺ തുരുത്ത് മഴപ്പെടുത്തി അവിടെ ഇവിടെയുമൊക്കെ വൃത്തിയാക്കി. പെട്ടെന്നാണ് രേണുകയുടെ മൊബൈൽ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങിയത്. ആദ്യം അവഗണിച്ചു. ഇതൊന്ന് ചെയ്തു തീർത്തോട്ടെ എന്ന് കരുതിയിട്ട് രേണുക വൃത്തിയാക്കൽ തുടർന്നു. പെട്ടെന്ന് വീണ്ടും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം. ഇതൊരു ശല്യമായല്ലോ. ചിലപ്പോൾ നമ്പർ മാറി വല്ലവരും വിളിക്കുന്നതാവാം, രേണുക മനസ്സിൽ പറഞ്ഞു. അങ്ങനെ തുടർന്നു. പിന്നെ വീണ്ടും നിർത്താതെ ഫോൺ ചിലച്ചു. ഇതെന്നെയും കൊണ്ടേ പോകുന്ന തോന്നുന്നേ. അതും പിറുപിറുത്ത് അവൾ പാതിക്ക് നിർത്തി. പത ടവൽ കൊണ്ട് തൂത്ത് തല തോർത്തെന്ന് വരുത്തി ടർക്കി ടവൽ കൊണ്ട് ചുറ്റി രേണുക ഫോൺ അറ്റൻഡ് ചെയ്യാനായി പോയി. രേണുക ഫോൺ എടുത്തു. ഹലോ, ആരാ? പതിഞ്ഞ സ്വരത്തിൽ രേണുക ചോദിച്ചു. ഇത് രേണു അല്ലേ? അങ്ങേ തലയ്ക്കൽ ഒരു പുരുഷ ശബ്ദം. പക്ഷേ രേണുകയെ ഞെട്ടിച്ചത് അതൊന്നുമല്ല. ഏറ്റവും അടുപ്പക്കാർ മാത്രം വാത്സല്യത്തോടെ വിളിക്കുന്ന പേര് വിളിക്കുന്നു, രേണു എന്ന്. അതെ, രേണുവ. നിങ്ങളാരാ? അമ്പരപ്പ് മാറാതെ രേണുക ചോദിച്ചു. ഞാനായി പേര് പറയത്തില്ല. രേണു കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോളൂ. മറുതലയ്ക്കിൽ നിന്നും പരുഷമായ ശബ്ദം. അല്ല, നിങ്ങൾ ആരാണെന്ന് പറയൂ. കെഞ്ചുന്ന മട്ടിൽ രേണുക കേണു. ഇത്രയും അടുപ്പമുള്ള ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കണ്ട. അയാൾ വാശിയിൽ തന്നെയായിരുന്നു. രേണുക വല്ലാതെ വലഞ്ഞു. വല്ല ബന്ധുക്കളോ അടുപ്പക്കാരോ ആരെങ്കിലും ആണെങ്കിൽ വായിൽ നിന്ന് വല്ല വേണ്ടാത്തതും വീണു പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് മതി. അതുകൊണ്ട് വളരെ സൗമ്യതയോടെയാണ് രേണുകയുടെ നീക്കങ്ങൾ. രേണുകയുടെ തലയിൽ നിന്നും ഇറ്റി വീഴുന്ന ജലത്തുള്ളികൾ തുടക്കാമ്പുകളിലൂടെ ഒഴുകിയിറങ്ങിയത് തറയിൽ തളം കെട്ടി നിന്നിരുന്നു. ഞാൻ കുളിച്ചോണ്ട് നിന്നതാ. ആരോ വല്ല അത്യാവശ്യത്തിന് വിളിക്കുകയാവും എന്ന് കരുതി ഓടി പറഞ്ഞതാ. ചുമ്മാ കളിക്കാതെ ആരാ വിളിക്കുന്നതെന്നൊന്ന് പറയാമോ പ്ലീസ്? രേണുക വശം കേട്ട് കെഞ്ചി. പക്ഷേ അങ്ങേ തലയ്ക്കൽ ഒരു ചിരിയല്ലാതെ ഉത്തരമൊന്നും ഉണ്ടായില്ല. രേണുക ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുകയാണ്. ദേ, കളിപ്പിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിവിടെ ഒത്തിരി ജോലിയുണ്ട്. ഒന്ന് പറയൂ, ആരാ നിങ്ങൾ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? രേണുക വല്ലാതായി. ഞാൻ ആരാണ് എന്നത് അവിടെ ഇരിക്കട്ടെ. രാത്രി വൈകിട്ട് വിഷ്ണു വരുന്നത് വരെ രേണു ഫ്രീ ആണ് എന്നും എനിക്കറിയാട്ടോ. അത് കേട്ടതും രേണുക ഒന്ന് ഞെട്ടി. ഇയാൾ എന്തിനാണ് വിഷ്ണുവിൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞത്? ഇയാൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? രേണുകയ്ക്ക് ആകെ വെപ്രാളമായി. അല്ല, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇടയ്ക്ക് കയറി രേണുക ചോദിച്ചു. അതെ, അത് തന്നെ. രേണുവിന് ഒരു കമ്പനി തരാനാ. ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അത് കേട്ടതും രേണു ഒന്നുകൂടെ ഞെട്ടി. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ക്ഷമ നശിച്ചപ്പോൾ രേണുക തുറന്ന് ചോദിച്ചു. അങ്ങനെ പാളത്തിൽ വാ. എന്താ എനിക്ക് വേണ്ടത് എന്ന് ചോദിച്ചില്ലേ? എനിക്ക് വേണ്ടത് രേണുവിനെ, എൻ്റെ രേണുവിനെ. അയാൾ അത്രയും പറഞ്ഞതും രേണു വീണ്ടും ഞെട്ടി. കേൾക്കാൻ പാടില്ലാത്തത് കേട്ട രേണുക ഞെട്ടിത്തരിച്ചു പോയി. അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. പക്ഷെ തുടരെ ഫോൺ ശബ്ദിച്ചു. 5-6 തവണയായപ്പോൾ രേണുക ഫോൺ എടുത്തു. മനുഷ്യ, ഞാൻ അത്തരക്കാരിയല്ല. ഒരാളുടെ ഭാര്യ. നിങ്ങൾക്ക് വട്ടാണ്. രണ്ടും കൽപ്പിച്ച് എടുത്തടിച്ചതുപോലെ രേണുക പുലമ്പി. അറിയാം, വരുണിൻ്റെ ഭാര്യയാണെന്ന്. ശരിയാ, വട്ടാണ് എനിക്ക്. രേണുവിന് വേണ്ടിയുള്ള വട്ട്. ഒരു തവണ രേണുവിൻ്റെ ചൂടേറ്റാൽ മാറുന്ന വട്ട്. അട്ടഹസിക്കുന്ന മട്ടിൽ അയാൾ മുരണ്ടു. സത്യത്തിൽ രേണുക നന്നായി പേടിച്ചു. തന്നെ പറ്റിയും വരുണിനെ പറ്റിയും വിഷ്ണുവിനെ പറ്റിയുമൊക്കെ നല്ലപോലെ അറിയുന്ന ഒരാൾ.
നിങ്ങൾ കുതിരവട്ടത്തോ ഉളംപാറയിലോ ചികിത്സിക്കാൻ നോക്ക്. മനുഷ്യനെ ഇങ്ങനെ ശല്യം ചെയ്യാതെ വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവഗണിക്കുന്നത് പോലെ പുച്ഛത്തോടെ രേണുക അങ്ങനെ പറഞ്ഞു. ഒരേയൊരു തവണ പ്ലീസ് രേണുവിനെ. അയാൾ അത്രയും പറഞ്ഞപ്പോൾ തമാശയായാണ് രേണുക കണ്ടത്. വട്ട് പറയാതെ ഒന്ന് പോ മനുഷ്യ. രേണുക അയാളെ കളിയാക്കും പോലെ പറഞ്ഞു. വട്ടല്ല രേണു, എന്നെ അന്വേഷിച്ച് നീ വരും, ഞാൻ ഉള്ളയിടത്ത്. എന്തോ ഉറപ്പിച്ചതുപോലെ അയാൾ അങ്ങനെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അതിന് നിങ്ങൾക്ക് ഈ ജന്മം പോരാതെ വരും, രേണുക വെല്ലുവിളിക്കുന്ന മട്ടിൽ പറഞ്ഞു. ഹാ, വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ദിവസം രേണു എൻ്റെ അടുത്ത് വരുത്തും. എല്ലാം തീർച്ചപ്പെടുത്തിയ പോലെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ രേണുകയുടെ ഉള്ളൊന്ന് കാളി. ഞൊട്ടും. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ രേണുക ഒരുക്കമല്ലായിരുന്നു. രേണുവിൻ്റെ ദേഹത്തെ കാക്കപ്പുള്ളികൾ, പ്രത്യേകിച്ച് കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തെ അവിടുത്തെ കാക്കപ്പുള്ളിയെപ്പറ്റി വരുണിനെ അറിയിക്കണം. അയാളുടെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. തൻ്റെ ചെപ്പിലെ കാക്കപ്പുള്ളി, അതും മൂടിക്കിടക്കുന്ന, എന്നാൽ വൃത്തിയാക്കിയാൽ മാത്രം കാണാവുന്ന കാക്കപ്പുള്ളി, അതറിയാവുന്ന ഒരാൾ. ഇതാരായിരിക്കും? ഇനി ഇതൊക്കെ എല്ലാത്തിനും അവസാനമാകുമോ? ആകെ ആശയക്കുഴപ്പത്തിലായി രേണുക.